ശ്രീ വി ജോയ്. സാറേ, നന്നായിട്ടാണ് പ്രവാസി ക്ഷേമനിധിയുടെ പ്രവർത്തനം നടക്കുന്നത്. ചില അവസരങ്ങളിലെങ്കിലും അത് മുടങ്ങിപ്പോവുകയോ അതല്ലെങ്കിൽ പുതുതായിട്ട് ചേരാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. അത് ഇനിയും അനുവാദം കൊടുക്കുമോ എന്നുള്ളതാണ് സാർ. യെസ്, മുൻകാലങ്ങളിൽ ഒന്നുകൂടി ആവർത്തിക്കുക ചോദ്യം. ക്ഷേമനിധിയിൽ സർ, ഇതിൽ നാം കാണേണ്ടത് ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെ ചികിത്സക്ക് ഒരംഗത്തിന് മുഴുവൻ അംഗത്വ കാലയളവിൽ 50,000 രൂപ എന്ന പരിധി വെച്ചുകൊണ്ടാണ് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നത്. അത് സാധാരണഗതിയിൽ നല്ല നിലയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇതിനകത്ത് സാന്ത്വന പരിപാടിയുടെ ഭാഗമായി പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തുന്ന സാമ്പത്തികവും ശാരീരികവുമായി അവശത അനുഭവിക്കുന്ന പ്രവാസി കുടുംബങ്ങളുടെ സഹായത്തിനാണ് ഒരു സമാശ്വാസ പദ്ധതി എന്ന നിലയ്ക്ക് ഈ സാന്ത്വന പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഈ പദ്ധതി മുഖേന മരണാനന്തര ധനസഹായം, ചികിത്സാ ധനസഹായം, വിവാഹ ധനസഹായം, അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം അങ്ങനെയൊക്കെ നൽകി വരുന്നുണ്ട്. ഇതിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുക 2016-2021 കാലയളവിൽ 15,956 കുടുംബങ്ങൾക്ക് 95,26,00,000 രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട്. 2021 മുതൽ 2025 മാർച്ച് 10 വരെ എടുത്താൽ 17,502 പ്രവാസി കുടുംബങ്ങൾക്ക് 106,48,00,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഇതേവരെ മൊത്തം കണക്കെടുത്താൽ 33,458 പ്രവാസി കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല നിലക്ക് ആ പദ്ധതികൾ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.